ഏറ്റവുമൊടുവിൽ ആലപ്പുഴയിലും അത് സംഭവിച്ചു. രക്ഷാപ്രവർത്തനമെന്ന മുഖ്യമന്ത്രി വിളിക്കുന്ന ആക്രമണം പരിധി വിട്ടു. സദസ്സിന്റെ ആഡംബര ബസ് തട്ടാതിരിക്കാൻ കേരള പോലീസും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും നടത്തിയ രക്ഷാപ്രവർത്തനമാണിത്. എന്നാൽ മുഖ്യമന്ത്രി ന്യായീകരണം തുടരുകയാണ്. എന്റെ വാഹനത്തിന്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. ഇനി അടുത്ത രക്ഷാപ്രവർത്തനത്തിലേക്ക്. ഇത്തവണ രക്ഷിച്ചത് ഒരു മാധ്യമ പ്രവർത്തകനെയാണ്. ഇടുക്കിയിൽ നിന്നുള്ള ഫോട്ടോ ജേർണലിസ്റ്റ് ഏഞ്ചൽ അടിമാലിയെ. മാധ്യമ പ്രവർത്തകനെ സുരക്ഷയുടെ ഭാഗമായി മാറ്റിയതാണെന്നാണ് പിണറായിയുടെ സപ്പോർട്ട്. ഒരാള് ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ്. അത് സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത്. അയാളെ തള്ളി മാറ്റുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത്. അയാൾ തള്ളി മാറ്റുന്നത്. അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത്. തനിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതി ജോലി ചെയ്യുന്നവരാണ് തന്റെ അംഗരക്ഷകരെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങേപോലെ തന്നെ ആർക്കും ഒന്നും പറ്റരുത് സാർ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലെ സുരക്ഷ ജനങ്ങൾക്കും വേണം സാർ. എന്തായാലും എല്ലാത്തിനും ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസുകാർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൺമാൻ അനിൽ, എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരുടെ വീടിന് കാവൽ ഏർപ്പെടുത്തി. അംഗരക്ഷകർക്കെതിരെ യൂത്ത് കോൺഗ്രസ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂർ അടക്കമുള്ളവർക്കാണ് മർദ്ദനമേറ്റത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.